ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജു പത്മാവതിയെ വിളിച്ചിട്ട് പറയുക, അമ്മേ ഞാൻ അല്പം സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ പോവാ. ഞാൻ പറയുന്നത് കേട്ട് അമ്മ ടെൻഷൻ ആകരുത്. എൻ്റെ മോനെ, ഞാൻ ഇത്രയൊക്കെ അനുഭവിച്ചവളല്ലേ, അതുകൊണ്ട് നീ പറഞ്ഞോ. കേൾക്കാനുള്ള ശക്തിയൊക്കെ എനിക്കുണ്ട്, അതുകൊണ്ട് നീ പറഞ്ഞോ. അമ്മേ, ഋതുവിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ വർമ്മ സാറിൻ്റെ ഒരു ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. എന്താ പറയുന്ന മോനെ, ഓപ്പറേഷനോ? അതേ അമ്മേ, ഞാനും ശേഖരൻ സാറുവേ ഇവിടെ ഉള്ളൂ. ഒരു ഡിസിഷൻ എടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. അമ്മയുടെ ഒപ്പീനിയൻ കൂടി അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? മോനെ രാജു, എനിക്ക് എൻ്റെ മരണം വരെ എൻ്റെ പ്രതാപേട്ടൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടായിരിക്കണം. ജീവൻ തിരിച്ചു കിട്ടാൻ ഓപ്പറേഷനെങ്കിൽ ഓപ്പറേഷൻ അത് നടക്കണം. അമ്മയുടെ പെർമിഷനോടുകൂടി ഞാൻ സൈൻ ചെയ്ത് കൊടുക്കട്ടെ? മോൻ ധൈര്യമായിട്ട് സൈൻ ചെയ്ത് കൊടുത്തോ. എന്നാൽ ശരിയമ്മേ എന്ന് പറഞ്ഞ് രാജു ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ ഡോക്ടറുടെ ക്യാബിലോട്ട് വരുവാണ്. വരൂ രാജു, ഇരിക്ക് എന്നൊക്കെ ഡോക്ടർ രാജുവിനോട് പറയുന്നുണ്ട്. എന്ത് തീരുമാനം എടുത്തു രാജു എന്നിങ്ങനെ ഡോക്ടർ ചോദിക്കുമ്പോൾ രാജു പറയാ, വർമ്മ സാറിൻ്റെ ലോക്കൽ ഗാർഡിയനോ എൻ്റെ ഫാദർ ഇൻ ലോയോ മാത്രമല്ല, എൻ്റെ ദൈവമാണ്. ദൈവങ്ങൾക്ക് വരെ മരണമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ ദൈവത്തിന് ഉടനെ എങ്ങും മരണമില്ല. അദ്ദേഹം ഒരു കുഴപ്പമില്ലാതെ 100% തിരിച്ചു വരുമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ഓപ്പറേഷനോ മറ്റെന്ത് വേണമെങ്കിലും ചെയ്തോളൂ, സമ്മതപത്രത്തിൽ ഞാൻ സൈൻ ചെയ്തു തരാം. അത് കേട്ടിട്ട് ഡോക്ടർ പറയുക, വെരി ഗുഡ് രാജു, ഈ ആത്മവിശ്വാസമാണ് നമ്മുടെ വിജയം. നമ്മൾ എന്ത് വിചാരിക്കുന്നോ അതേ സംഭവിക്കത്തുള്ളൂ. ഓപ്പറേഷൻ നടത്തുന്നത് ഞാനാണ്. എനിക്കുള്ള കോൺഫിഡൻസ് രാജു എൻ്റെ മനസ്സിലോട്ട് പകർന്നു കഴിഞ്ഞു. ഈ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആകും രാജു. താങ്ക് യു ഡോക്ടർ എന്നിങ്ങനെ രാജു പറയുമ്പോൾ ഡോക്ടർ പറയാം, മനസ്സിലോട്ട് എന്ത് പ്രകാശമാ വന്ന് കയറിയെന്നറിയാവോ? ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചമാ രാജു. എന്നിട്ട് ഡോക്ടർ സിസ്റ്ററിനോട് പറയുന്നു, വർമ്മ സാറിൻ്റെ ഓപ്പറേഷനുള്ള സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങിച്ചോളൂ. അങ്ങനെ സിസ്റ്റർ രാജുവിനെയും കൂട്ടി പുറത്തോട്ട് പോകുന്നുണ്ട് സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങിക്കാൻ വേണ്ടി. ഡോക്ടർ ആർക്കോ ഫോൺ ചെയ്യാൻ വേണ്ടി ഫോൺ ഇങ്ങനെ എടുത്ത് പിടിക്കുന്നുണ്ട്. അതാർക്കാണെന്ന് അറിയില്ല. ഈ സമയത്ത് പത്മാവതി പൂജാ റൂമിൽ സകല വിളക്കുകളും കൊളുത്തി വെച്ചിങ്ങനെ പ്രാർത്ഥിക്കുവാണ്. ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് പത്മാവതി, ഭഗവാനെ എൻ്റെ കൃഷ്ണ, എൻ്റെ പ്രതാപേട്ടന് ഒരു ആപത്തും വരുത്തല്ലേ, ഓപ്പറേഷൻ വിജയകരമാക്കി തരണേ, ഞങ്ങളുടെ കണ്ണുനീരിനുള്ള ഉത്തരം ഭഗവാനെ നീ തരണേ. ഡോക്ടറും സിസ്റ്ററും കൂടെ വന്ന് ഋതിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഋതിയെ ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുവാണ്. ഡോക്ടർ സിസ്റ്ററിനോട് പറഞ്ഞു, സെഡേഷൻ കഴിഞ്ഞാൽ പിന്നെ ടാബ്ലറ്റ് കൂടെ കൊടുത്തോളൂ. ശരി ഡോക്ടർ എന്നും പറഞ്ഞ് സിസ്റ്ററും പറയുവാണ്. ആ സമയം പെട്ടെന്ന് ഋതിക ഇങ്ങനെ പതുക്കെ കണ്ണ് തുറക്കുന്നുണ്ട്. സിസ്റ്റർ പറഞ്ഞു, ഡോക്ടറെ വേണ്ട അങ്ങോട്ട് നോക്കിക്കേ, സെഡേഷൻ മാറിയല്ലോ. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നു, ഋതിയെ അറിയൂ? ഓക്കെ ഡോക്ടർ, ക്ഷീണം ഉണ്ടെന്നേ ഉള്ളൂ, അത് പതുക്കെ അങ്ങ് മാറിക്കോളും ഋതികെ. ഋതികയുടെ റിലേറ്റീവ്സ് ആരെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ എന്ന് മറ്റുള്ള സിസ്റ്റർമാർ ഡോക്ടർ പറയുന്നുണ്ട്. ഓക്കെ സാർ എന്നും പറഞ്ഞ് സിസ്റ്റർമാർ പുറത്തോട്ട് പോകുന്നുണ്ട്. വാതിക്കൽ നിൽക്കുന്ന രാജുവിൻ്റെ അടുത്ത് സിസ്റ്റർ വന്ന് പറയുന്നു, ഋതിക നോർമലായിട്ടുണ്ട്, ചെന്ന് കണ്ടോളൂ. രാജു ഓടി വരികയാണ് ഋതികയുടെ അടുത്തോട്ട്. രാജു എന്നും പറഞ്ഞ് ഋതിക രാജുവിനെ കൈക്ക് പിടിച്ചതിന് കരയുവാണ്. രാജു, എൻ്റെ അച്ഛൻ എങ്ങനെയുണ്ട്? വർമ്മ സാർ ഓക്കെയാണ് ഋതു. അയ്യോ, എനിക്ക് എൻ്റെ അച്ഛനെ ഇപ്പം കാണാം. രാജു പറയാം, അയ്യോ ഋതു ഇപ്പം കാണാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഋതിയെ അവിടെ പിടിച്ച് പതുക്കെ കിടത്തുവാണ്. വർമ്മ സാറിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഒരു ചെറിയ സർജറി വേണം, അതിപ്പോൾ നടക്കുക. അയ്യോ എൻ്റെ അച്ഛന് സർജറിയോ എന്നും പറഞ്ഞ് ഋതിയെ കരയുക. ഋതു ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു ചെറിയ സർജറി വേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. ഋതു വിഷമിച്ച് വല്ല അസുഖമൊന്നും ഉണ്ടാക്കല്ലേ, അതിന് തക്കതായ കാര്യങ്ങളൊന്നുമില്ല ഋതു, ഞാൻ വേണമെങ്കിൽ അമ്മയെ വിളിച്ചു തരാം, അമ്മയോട് സംസാരിച്ച് നോക്ക്. രാജു പെട്ടെന്ന് പത്മാവതിക്ക് ഫോൺ ചെയ്തിട്ട് പറയുന്നു, അമ്മേ വർമ്മ സാറിന് ഓപ്പറേഷനാണെന്ന് പറഞ്ഞ് ഋതു കിടക്കണമെന്ന് ഭയങ്കരമായിട്ട് ബഹളം വെക്കുക. അമ്മ ഋതുവിനോടൊന്ന് സംസാരിച്ചാട്ടെ. ശരി മോനെ, ഫോൺ കൊടുക്ക്. ഋതു ദാണ്ട് അമ്മ ലൈനിലുണ്ട്, സംസാരിക്കും. അമ്മേ എന്നും പറഞ്ഞ് ഋതിയെ കരയുക. മോള് കരയല്ലേ, മോളുടെ അച്ഛന് ഒരു കുഴപ്പമില്ലാതെ ഓപ്പറേഷൻ കഴിയും. കരയുന്ന സമയത്ത് എൻ്റെ മോള് അച്ഛന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്ക്, ദൈവം നിൻ്റെ അച്ഛനെ കാത്തോളും. എന്നാൽ ശരിയമ്മേ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഫോൺ കട്ട് ചെയ്യുവാണ്. രാജു ഋതിയോട് പറയാൻ, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ വർമ്മ സാറാണ്, സാറിനൊന്നും വരില്ല, ഋതു വിഷമിക്കല്ലേ എന്നും പറഞ്ഞ് ഋതിയെ ഇങ്ങനെ സമാധാനപ്പെടുത്തുവാണ് രാജു. ഈ സമയം അനന്തംപിള്ളയും ദീപക്കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അനന്തംപിള്ള പറയുക, കടലിലോ കുളത്തിലോ പുഴയിലോ അവൻ്റെ ചാരം പോലും കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ പാടില്ല എന്നാണ് അങ്കിള് മോനോട് പറഞ്ഞിരുന്നത്. എന്നിട്ടിപ്പോൾ എന്തായി മോനെ? അങ്കിളെ, അത് വിചാരിച്ച പോലെ പറ്റിയില്ല അങ്കിളെ. എൻ്റെ പണി പാളിയതൊന്നും അല്ല, കാൽക്കുലേഷനൊക്കെ കറക്റ്റായിരുന്നു. ആ സമയത്ത് നാശം പിടിക്കാനായിട്ട്, അതായത് പ്രതാപൻ ആ ടൈം ബോംബ് ഇരിക്കുന്നത് കണ്ടു. ആ സമയത്ത് ഋതിയെ അങ്ങോട്ട് വരിക, മോളെ വരരുത് എന്നിങ്ങനെ പ്രതാപൻ കൈകൊണ്ട് വിലക്കുകയും അപ്പോഴാണ് ആ ബോംബ് വെടിച്ചത്.
എടാ മോനെ, അവൻ ജീവിച്ചിരിക്കുന്നത് നമുക്ക് ആപത്താ. അറിയാമെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്നും എൻ്റെ കുഴപ്പമല്ല. ആ 3 തട്ടാനായിരുന്നു എൻ്റെ ഉദ്ദേശം, ആ രാജുവിനെയും ഹൃതിയെയും അയാളെയും. പക്ഷെ എന്ത് ചെയ്യാനാ, ഒന്നും നടന്നില്ല. അപ്പോൾ അംബിക അവരുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അംബിക വന്നിട്ട് അനന്തംപിള്ളയോട് ചോദിക്കുക, പ്രതാപൻ ചത്തങ്ങാണം പോവുമായിരുന്നു? അങ്ങനെയൊന്നും ഇല്ല അംബികെ. അംബിക ധൈര്യമായിട്ടിരിക്കും. മരിക്കാൻ തക്ക പരിക്കുകളൊന്നും പ്രതാപനില്ല. അയ്യോ, അതുകൊണ്ടൊന്നും അല്ല, അവൻ മരിക്കണമെന്നൊന്നും അല്ല. അവനിങ്ങനെ ജീവശവം പോലൊരു മൂലയ്ക്കിങ്ങനെ കിടക്കണം. അത് കണ്ട് എനിക്ക് സന്തോഷിക്കണം. അതുമാത്രമല്ല, അവൻ്റെ പേരില ഈ സ്ഥാപനങ്ങളും സ്വത്തുക്കളും എല്ലാം. അതൊക്കെ എൻ്റെ പേരിലോട്ട് എഴുതി കിട്ടണ്ടേ? അത് കേട്ടിട്ട് അനന്തംപിള്ള ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. അവൻ മരിക്കത്തതൊന്നും ഇല്ല അംബികെ, അവനിങ്ങനെ കിടക്കുക കട്ടിലിൽ. അംബിക കേട്ടിട്ടില്ലേ, കോമ അതുപോലെ അവനങ്ങ് കിടക്കും. അത് കേട്ടിട്ട് അംബികയും ദീപക്കും അങ്ങ് പൊട്ടി ചിരിക്കുവാണ്. പത്മാവതി സങ്കടത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയിടുവാണ്. അമ്മേ ദേവി, എൻ്റെ പ്രതാപേട്ടനെ സംരക്ഷിച്ചോണേ. അങ്ങനെ ആ പൊങ്കാലക്കലം ഇങ്ങനെ തിളച്ച് തൂകുന്നത് കണ്ട് പത്മാവതി വളരെ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക. പത്മാവതി മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ ആയിരിക്കും ആ പൊങ്കാലക്കലം പൊങ്ങി ഒഴുകിയത്. ഈ സമയം പ്രതാപൻ്റെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. പുറത്ത് വളരെ സങ്കടത്തോടെ രാജുവും യാമിനിയും ശേഖരനും ഇങ്ങനെ നിൽക്കുക. അവരെല്ലാവരും സങ്കടത്തോടെ ദൈവത്തോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവിടെ തന്നെ അംബിക ഇരിപ്പുണ്ട്. പക്ഷേ അംബികയുടെ മനസ്സ് മുഴുക്കെ പ്രതാപൻ കിടപ്പിലാകണേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഋതിക അവിടേക്ക് ഓടി വരുന്നുണ്ട്. ഋതു, മോൾ എന്തിനാ ഇങ്ങോട്ട് ഓടി വന്നത്? മോക്ക് റൂമിലിരുന്നാൽ പോരായിരുന്നോ എന്നിങ്ങനെ ശേഖരൻ ചോദിക്കുമ്പോൾ, കുഴപ്പമില്ല ചെറിയച്ച. അംബികയാണെങ്കിൽ പല്ല് കടിച്ചിങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് ഋതിയെ. ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ പുറത്തോട്ട് വരുമ്പോൾ രാജു ഓടിച്ചെല്ലുക. ഡോക്ടർ, എന്താ രാജു, വർമ്മ സാറിനിപ്പോൾ എങ്ങനെയുണ്ട്? രാജുവിൻ്റെ മനസ്സിലെ കോൺഫിഡൻ്റ് എല്ലാം അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും വർമ്മ സാറിൻ്റെ ജീവന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല രാജു. ഈ സമയത്ത് പത്മാവതി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. പത്മാവതി ഇതെല്ലാം അവിടെ നിന്ന് കേൾക്കുവാണ്. എങ്കിലും രാജു, എന്തിനും മുകളിലായിട്ടൊരു ശക്തി ഉണ്ടല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ രാജു എന്നും പറഞ്ഞ് ഡോക്ടർ പോവുക. രാജു ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുമ്പോൾ പത്മാവതി അടുത്ത് വന്ന് രാജുവിൻ്റെ തോളിൽ കൈവച്ചിട്ട് ഇങ്ങനെ സങ്കടത്തോടെ നോക്കുവാണ്. അമ്മേ, വർമ്മ സാറിൻ്റെ ഓപ്പറേഷൻ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. സാറിന് ഒരു കുഴപ്പവും ഇല്ല. മോനെ രാജു, നീ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പാടുപെടണ്ട മോനെ. ഡോക്ടർ മോനോട് പറയുന്നതൊക്കെ ഞാൻ കേട്ടു. പത്മാവതി ഏങ്ങലടിച്ച് കരയുവാണ്. അമ്മയെന്നും പറഞ്ഞ് രാജുവും കരയുക. അനന്തംപിള്ളയും ദീപക്കും കൂടെ ഒരു കാറിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അനന്തംപിള്ള ദീപക്കിനോട് ചോദിക്കുന്നു, എടാ മോനെ, പ്രതാപൻ ചത്തുപോകും എന്നുള്ള കാര്യത്തിൽ നിനക്ക് ഉറപ്പല്ലേ? ഉറപ്പാ അങ്കിളെ. എല്ലാത്തിനെയും ഒരുമിച്ച് തീർക്കാൻ വേണ്ടി അങ്കിളെ ഞാൻ കൃത്യസമയത്ത് കാറിൽ ബോംബ് വെച്ചത്. ഒന്നും നടന്നില്ല. പക്ഷെ ഞാൻ ചോദിച്ചത് അവൻ്റെ സർജറി സക്സസ് ആണോ എന്നാണ് ചോദിച്ചത്. അയാളുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞെങ്കിലേ, പക്ഷേ 99% അയാൾ മരിക്കാനാണ് സാധ്യത. എന്നാൽ പിന്നെ ഒട്ടും താമസിക്കണ്ട, ഞാനും അംബികയും ചേർന്ന് മിനിസ്റ്റർ പൊൻകുന്നം സദാശിവൻ സാറിനെ പോയി കാണാൻ പോകുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഋതികയുടെ അടുത്തോട്ട് പത്മാവതി പോകുന്നുണ്ട്. എൻ്റെ പൊന്നുമോള് കരയല്ലേ, ഇത് ഹോസ്പിറ്റലാണ്, മോൾ ഇവിടുന്ന് കരയരുത്. മോളുടെ അച്ഛൻ ഒന്നും വരില്ല. പ്രതാപേട്ടൻ മനസ്സുകൊണ്ട് വളരെ നല്ല ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ഉണ്ടാവില്ല മോളെ. ഡോക്ടർമാർ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ദൈവമാണ് കാക്കേണ്ടത്. മോള് ദൈവത്തെ പ്രാർത്ഥിക്കും മോളെ. ഹൃദയം നുറുങ്ങുന്നവരുടെ അടുത്ത് ദൈവം ഉണ്ട് മോളെ. മനസ്സ് തകരുന്നവരെ ദൈവം കാത്തുരക്ഷിക്കും. അംബികയും അനന്തംപിള്ളയും കൂടെ താണ്ട പൊൻകുന്നം സദാശിവൻ സാറിനെ കാണാൻ വന്നിരിക്കുക. അദ്ദേഹം പറയുക, വർമ്മ സാറിൻ്റെ നേരെ അറ്റാക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ PA വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ വല്ലാതെ അങ്ങ് ഷോക്കായിപ്പോയി. അനന്തംപിള്ള പറയാം, എനിക്കതല്ല സാർ ഏറ്റവും വലിയ വിഷമം. സദാശിവൻ സാറിന് അറിയാലോ, ഞാനും വർമ്മയും തമ്മിൽ കുറേ കാലമായി പിണക്കത്തിലായിരുന്നു. ആ പിണക്കം മാറി പഴയതുപോലെ ഞങ്ങൾ രണ്ടുപേരും ഒന്നായി. അങ്ങനെയാണ് ഞാൻ ഈ ഫംഗ്ഷനിൽ പങ്കെടുത്തത്. എല്ലാ പിണക്കങ്ങളും മാറി ഇനിയുള്ള കാലം ഒരേ കുടക്കീഴിൽ പഴയതുപോലെ സഹോദരങ്ങളെ പോലെ പ്രവർത്തിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുകയും വർമ്മ എന്നെ കെട്ടിപ്പിടിച്ച് അത് അംഗീകരിക്കുകയും ചെയ്തു. ആ സമയത്ത് തന്നെ ഇതുപോലൊരു ദുരന്തം സംഭവിച്ചത് എന്നെ വല്ലാതെ അങ്ങ് തളർത്തിക്കളഞ്ഞു സാർ. സദാശിവൻ സാറ് പറയും, ഈ മാവോയിസ്റ്റ് ആക്രമണം എന്നൊക്കെ പറഞ്ഞത് വെറുതെ അല്ലേ? നോനോ. അനന്തംപിള്ള പറയുക, ഇനി അവരെങ്ങാണോ ആയിരിക്കുമോ? അവർ തന്നെയാണ്, ഒരു ഡൗട്ടും അതിനകത്ത് വേണ്ട. അതൊക്കെ ഇരിക്കട്ടെ, ഇപ്പോൾ വർമ്മയ്ക്ക് എങ്ങനെയുണ്ട്? വളരെ സങ്കടത്തോടെ പറയുക സാർ, വർമ്മയുടെ നില വളരെ സീരിയസ്. എന്ന് വെച്ചാൽ അംബികയെ ഒന്ന് നോക്കിയിട്ട് അനന്തംപിള്ള പറയുക, അംബിക വർമ്മ ഇരിക്കുമ്പോൾ പറയുന്നത് ശരിയല്ല. പക്ഷേ സാർ അറിഞ്ഞേ പറ്റൂ. ഞാൻ ഡോക്ടറുമായി വിശദമായി സംസാരിച്ചു. വർമ്മയ്ക്ക് ജീവഹാനിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇങ്ങനെ കിടക്കും. മാസങ്ങളോളം ട്രീറ്റ്മെൻറ്റ് വേണമെന്നാണ് കരുതുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് കരഞ്ഞും തകർന്നും വരുന്ന ശ്രീമതി അംബിക വർമ്മ ഞാൻ വളരെ നിർബന്ധിച്ച് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതാണ്.
ഭരണകാര്യങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമല്ലേ സാർ? അതുകൊണ്ട് വർമ്മയുടെ സ്ഥാനത്തേക്ക് പകരക്കാരായിട്ട് ആരെങ്കിലും വരണ്ടേ? അത് കേട്ടിട്ട് സദാശിവൻ സാറ് ചോദിക്കുക, അതിന് ഇത്ര ധൃതി പിടിച്ചതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കണോ? വേണം സാറേ, സാർ എന്നെ തെറ്റിദ്ധരിക്കുമൊന്നും വേണ്ട. വർമ്മയുടെ പകരക്കാരനായി വരേണ്ടത് വാസ്തവത്തിൽ ഞാൻ തന്നെയാണ്. പക്ഷെ ഞാനത് ആഗ്രഹിക്കുന്നില്ല. വർമ്മയ്ക്ക് പകരക്കാരിയായി എന്തുകൊണ്ട് ശ്രീമതി അംബിക വർമ്മയെ വെച്ചുകൂടാ? അംബിക ഇവിടെ ഒരു കപട അഭിനയം അങ്ങോട്ട് കാഴ്ചവെക്കും. അയ്യോ സാറേ, ഞാനതൊന്നും ആഗ്രഹിച്ചിട്ട് പോലുമില്ല. ഫ്ലൈറ്റ് കയറിയതിന് ശേഷമാണ് അനന്തംപിള്ള ഇക്കാര്യം തന്നെ എന്നോട് പറയുന്നത്. അംബിക പറഞ്ഞ കാര്യം സത്യമാണ് കേട്ടോ സാറേ. ഇക്കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അംബിക വർമ്മ എന്നോടൊപ്പം വരുത്തില്ലായിരുന്നു. അല്ല സാറെന്താ ഒന്നും മിണ്ടാത്തത്? കഴിവും പാരമ്പര്യവും വിദ്യാഭ്യാസവും ഏത് അളവുകോല് വെച്ച് അളന്നാലും അംബിക വർമ്മ ഒട്ടും താഴെയല്ല. പണ്ടത്തെ പോലെ എനിക്ക് വർമ്മയോട് പിണക്കമായിരുന്നെങ്കിൽ ഞാൻ ഈ ആവശ്യം ഉന്നയിക്കുകയില്ലായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയാകാൻ ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാനെ. പ്രതാപവർമ്മ രോഗമുക്തി തേടി തിരിച്ചു വരുന്നതുവരെ വിദ്യാഭ്യാസ വകുപ്പ് ഈ അംബിക വർമ്മ കൈകാര്യം ചെയ്യട്ടെ. അല്ല സാർ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു? അത് കേട്ടിട്ടാ സദാശിവൻപിള്ള സാറ് പറയുക, ഒരു കുഴപ്പമില്ല, പ്രതാപവർമ്മ സാർ അമ്മയുടെ സ്ഥാനത്താണ് ഈ അംബിക വർമ്മയെ കാണുന്നത്. ഇതെല്ലാം കൊണ്ട് നല്ലത് തന്നെ. അനന്തംപിള്ളയുടെ നിസ്വാർത്ഥമായ സേവനത്തിന് നന്ദി. അപ്പോൾ അങ്ങനെ നടക്കട്ടെ. അംബിക വർമ്മ മന്ത്രിസഭയിലോട്ട് വരട്ടെ. അനന്തംപിള്ളയും അംബികയും ഉദ്ദേശിച്ചു വന്ന കാര്യം നടന്ന സന്തോഷം കൊണ്ട് താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞ് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുവാണ്. എൻ്റെ ദൈവമേ, ഈ മന്ത്രിമാർക്കെല്ലാം ഇത്രയ്ക്ക് വിവരമില്ലാതായിപ്പോയല്ലോ. ഇവരാരും ഇവരെക്കുറിച്ച് ഒന്നും അറിയുന്നില്ലേ? എന്ത് കേട്ടാലും പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കുവാണല്ലോ. രാജുവിൻ്റെ വീട്ടിൽ എല്ലാവരും സങ്കടത്തിലാണ്. പ്രിയ ചോദിക്കുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വർമ്മ സാറിന് കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ അച്ഛാ പറഞ്ഞത്? രാധമ്മ കരഞ്ഞുകൊണ്ട് പറയുക, വേണുവേട്ട നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടതല്ലേ? ഹൃദയമോളെ സാറിനെ നേരിട്ട് പോയി കാണണ്ടേ? അവിടൊക്കെ പോലീസിൻ്റെ ബഹളവല്ലടിരാതെ, പിന്നെ കൂടാതെ വിസിറ്റേഴ്സിൻ്റെ തിരക്കും കാണും. നീ രാജുവിനെ ഒന്ന് വിളിച്ചേ രാധമ്മേ, അവൻ എന്താ പറയുന്നതെന്നൊന്നും അറിയാമല്ലോ. രാധമ്മ അങ്ങനെ രാജുവിനെ വിളിക്കുന്നുണ്ട്. രാജു ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ചോദിക്കുന്നു, മോനെ വർമ്മ സാറിന് എങ്ങനെയുണ്ടടാ? ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലമ്മേ, ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് വരട്ടെ മോനെ? എന്തിനാ? നിങ്ങൾ ആരും ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട, അതിനൊക്കെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലമ്മേ. മോനെ രാജു, എന്നാലും അമ്മേ ഋതുവിനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. എടി രാധമ്മേ, മോൻ എന്തുവാടി പറഞ്ഞത്? ഋതുമോൾക്ക് ഇന്ന് ഡിസ്ചാർജാന്ന്. വർമ്മ സാറിനെ കാണാൻ ചെല്ലണമെങ്കിൽ അവൻ പറയാമെന്ന്. ഡോക്ടർ വന്ന് ഋതികയോട് ചോദിക്കുന്നു, ഇപ്പോൾ വേദനയൊന്നും ഇല്ലല്ലോ ഋതിക? ഇല്ല ഡോക്ടറെ, ഋതിക ഇപ്പോൾ കംപ്ലീറ്റ് റിക്കവർ ആയിട്ടുണ്ട്, ഉടനെ ഡിസ്ചാർജ് ചെയ്യാം. പത്മാവതിയോടും രാജുവിനോടുമാണ് ഡോക്ടർ അങ്ങനെ പറയുന്നത്. ഡോക്ടറെ, എൻ്റെ അച്ഛൻ്റെ കാര്യമോ? ഋതിക അങ്ങനെ ഡോക്ടറോട് ചോദിക്കുമ്പോൾ രാജുവ് പെട്ടെന്ന് പത്മാവതിയെ നോക്കുക. അവർ പരസ്പരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപവർമ്മയുടെ കണ്ടീഷൻ മോശമാണോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ടായിരിക്കും അവരൊന്നും പറയാത്തത്. എങ്കിലും പ്രതാപവർമ്മ രക്ഷപ്പെടും. രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ സത്യം തെളിയൂ. സത്യം ഒടുവിലല്ലേ വിജയിക്കൂ. പത്മാവതി എത്ര പവിത്രമായ ഒരു പെണ്ണായിരുന്നെന്നും പത്മാവതിയെ അംബികയുടെ വാക്ക് കേട്ട് സംശയിച്ച് നിഷ്കരണം തള്ളിക്കളഞ്ഞതും എല്ലാം ഓർത്ത് പ്രതാപൻ പശ്ചാത്താപത്തോടെ പത്മാവതിയെ സ്വീകരിക്കും. അതൊക്കെ ഇനി വരുന്ന റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.